പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഏറ്റവും വേഗതയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. രണ്ട് നക്ഷത്രങ്ങളാണ് ഏറ്റവും വേഗതയുള്ള നക്ഷത്രങ്ങളായിട്ട് അറിയപ്പെടുന്നത്. ആ നക്ഷത്രങ്ങൾ ഏതെന്ന് പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഏറ്റവും വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനത്തിനുള്ള വേഗത, ബുദ്ധിശക്തിക്കുള്ള വേഗത, അതുപോലെ യാത്രാ വേഗത, സഞ്ചരിക്കുന്നതിന് വേഗത, ഏതൊരു കാര്യങ്ങൾ ചെയ്യുന്നതിനും ചടുലമായ നീക്കമായിരിക്കും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഞാൻ ഇത് പറയുന്നതിനിടയിലാണ് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയുന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ചടുലമായ വേഗത. ചടുലമായ വേഗത കൂടുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ശാരീരികമായ പ്രയാസങ്ങളോ മറ്റു പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ശ്രദ്ധ കുറഞ്ഞു പോകാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്കുണ്ട്. പിന്നെ പ്രധാനമായും കലാകായികപരമായ അഭ്യാസ പ്രകടനങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. പക്ഷേ അമിതമായ വേഗത കൂടുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ശാരീരികമായ വലിയ വലിയ അപകടങ്ങളും പരിക്കുകളും ഒക്കെ പറ്റാനും ശ്രദ്ധക്കുറവ് കൊണ്ട് വൻതോതിൽ സ്വന്തം ശക്തി തന്നെ പ്രയോഗിച്ച് അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട്. ഇനി ഒന്നാമത്തെ നക്ഷത്രത്തെ ഞാൻ ഇവിടെ പറയുകയാണ്. ഒന്നാമതാണ് നമ്മൾ പറയുന്നത് ചതയം നക്ഷത്രത്തെക്കുറിച്ചാണ്. ചതയം നക്ഷത്രത്തിൻ്റെ മൃഗം പെൺകുതിരയാണ്. പെൺകുതിര. കുതിര എന്ന് പറയുന്ന ഒരു ജീവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നിനെയും അനുസരിക്കത്തില്ല. അത് ഓരോ ലക്ഷ്യം കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് പോകുന്നവരെ അത് രണ്ട് ഭാഗത്തേക്ക് നോക്കുകയില്ല. ഒരു ലക്ഷ്യം, ദൂരെ ഒരു കാര്യം കണ്ടു, ഒരു ഭക്ഷണ വസ്തു ആയിക്കോട്ടെ, അതിനടുത്തേക്ക് അത് ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഓട്ടം ഒരിക്കലും നിർത്തത്തില്ല. അതിനടുത്തെത്തുന്നവരെ അത് ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, അതിന് ദാഹമില്ല, അതിന് ക്ഷീണമില്ല, അതിന് ഉറക്കമില്ല. അതവിടെ എത്തും. എത്തി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ ഒരു കാര്യം കരസ്ഥമാക്കി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് ആ ഒരു ജീവി നീങ്ങുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഈ ഒരു കുതിരേനെ രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന യാത്രയ്ക്കുമൊക്കെ, അതായത് ലക്ഷ്യസ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അത് ഓടിക്കോളും. മറ്റ് ജീവികൾക്ക് റെസ്റ്റ് ആവശ്യമാണ്. ആനയെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷേ ആനയ്ക്ക് അമിതമായി ചൂട് താങ്ങാനുള്ള കഴിവില്ല. അതിന് റെസ്റ്റ് വേണം. അതിന് ക്ഷീണം തട്ടിയാൽ അതിൻ്റെ വിധം മാറും. പക്ഷേ കുതിര എന്ന് പറയുന്ന ഒരു ജീവിയുടെ സ്വഭാവം അങ്ങനെയല്ല. ഭാരങ്ങൾ വെച്ചുകൊണ്ട് പോകും. എല്ലാം കാര്യങ്ങളും സഹകരിക്കും. മറ്റ് മൂർച്ചയുള്ള ആയുധങ്ങളോ കാര്യങ്ങളോ കണ്ട ഭയമൊന്നും അതിനില്ലായിരുന്നു. അതുകൊണ്ടാണ് യുദ്ധത്തിൽ വാൾപ്പയറ്റ് നടക്കുമ്പോൾ പോലും കുതിര അതിന് ഇടവഴി നീങ്ങുന്നത്. കാരണം കുതിര അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യം കുതിരയ്ക്കില്ല. രാജാക്കന്മാർ അതിനെ നേരെ ഓടിച്ച് അതിനെ ഇടയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. മറ്റ് ജീവികൾ നമുക്കറിയാം, ഒരു പന്തം എടുത്ത് കറക്കിയാലോ, പുലിയോ പൂച്ചക്കുഞ്ഞായിക്കോട്ടെ അല്ലെങ്കിൽ നായയായിക്കോട്ടെ, നമ്മൾ വടി വീശിയാൽ തിരിച്ചുവിടും. മനസ്സിലായോ? വടിയെടുത്ത് വീശി കഴിഞ്ഞാൽ തിരിച്ചുവിടും. പക്ഷെ കുതിര ഓടൂല. കുതിര അതിനിടവഴി കയറി വരും. അതുകൊണ്ടാണ് ഇതിനെ രാജാക്കന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചതയ നക്ഷത്രക്കാരുടെ പെൺകുതിരയാണ്. അപ്പോൾ പെൺകുതിര എന്ന് പറയുമ്പോൾ അല്പം പുറകോട്ട് വലിയൊരു സ്വഭാവമുണ്ട്. ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ട് എങ്കിലും ഒരല്പം പുറകോട്ട് വലിയാറുണ്ട്. ദേഷ്യം, ധിക്കാരം, എടുത്തുചാട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും അതുപോലെ തന്നെ മരുന്നുകളെ പറ്റിയുള്ള അറിവുകളും എല്ലാം ഉള്ള ഒരു നക്ഷത്രമാണ് ചതയം എന്ന് പറയുന്നത്. ദൂര യാത്രകൾ എപ്പോഴും അവർക്ക് ആവശ്യമാണ്. ശാരീരികമായ രോഗങ്ങളും വേറെ സംബന്ധിച്ച അസുഖങ്ങളും പ്രയാസങ്ങളും കുതിരയ്ക്ക് വരുന്ന പോലുള്ള പ്രയാസങ്ങളും എല്ലാം ഇവർക്ക് സംഭവിക്കാറുണ്ട്. അതുപോലെ ധാരാളമായി സംസാരിക്കുക, മുൻകോപം കാണിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവരെ ചെയ്യാറുണ്ട്. ഇതൊരു പക്ഷേ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷത്തിൽ കൊണ്ടേ എത്തിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊരുത്തമുള്ള ആളുകൾ, പൊരുത്തമില്ലാത്ത ആളുകളും പൊരുത്തമുള്ള ആളുകളും തമ്മിൽ തിരിച്ചറിയാനുള്ള കഴിവൊന്നും ചതയ നക്ഷത്രക്കാർക്കില്ല. എല്ലാവരോടും ഒരേപോലെ പെരുമാറുകയും മറ്റുള്ളവരുള്ള പ്രതികരണം വളരെ മോശമാകുമ്പോൾ ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചിന്തിച്ച് സ്വയം ദുഃഖിക്കുന്ന ആളുകളുമാണ് ചതയ നക്ഷത്രത്തിലുള്ള ആളുകൾ. എല്ലാ ചതയ നക്ഷത്രക്കാർക്കും കലാപരമായ കഴിവുകളൊന്നും ഇല്ല. എല്ലാവരും കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാറും ഇല്ല. മനസ്സിലുണ്ടെങ്കിലും ചെറിയൊരു ഭയമോ ചമ്മലോ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ പലതും ഓപ്പണായിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് ധൈര്യം കാണിക്കാറില്ല. പക്ഷേ എന്നിരുന്നാലും ഇവർക്ക് ജീവിതത്തിൽ ആദ്യ കാലഘട്ടമൊക്കെ നല്ലതാണെങ്കിലും ദൂരദേശ മാസം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ദൂരദേശത്തേക്ക് പോകേണ്ടി വരും. പക്ഷേ സമയം സാധാരണ ആളുകൾക്ക് നന്നാവുന്നത് നല്ല സമയം വരുമ്പോഴാണ്. അതായത് ജാതകത്തിൽ ശുക്രദശ തെളിയുമ്പോഴൊക്കെയാണ് ഒരാളുടെ ജാതകം നന്നാവുന്നത്. പക്ഷേ ശുക്രദശയൊക്കെ അവസാനിച്ച് ശനിദോഷം പിടിക്കുമ്പോൾ കയ്യിലുള്ള സമ്പത്തെല്ലാം ഒരാൾ നശിച്ചു പോകുന്ന സമയത്ത് ഇവർക്ക് മാത്രം സ്വാഭാവികങ്ങൾ ലഭിക്കും. കാരണം ശനീശ്വരൻ്റെ പ്രീതി ചതയ നക്ഷത്രത്തിന് ഉണ്ട്.
അതുകൊണ്ട് തന്നെ ദോഷത്തിന് പകരം ഗുണമായിരിക്കും നടക്കുക. മനസ്സിലായി. മറ്റുള്ളവർക്ക് ദോഷമാണ് നടക്കുന്നതെങ്കിൽ ഇവർക്ക് നേരെ ഗ്രഹങ്ങളെല്ലാം ശുഭസ്ഥാനത്ത് വരുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അനുഗ്രഹം കിട്ടും. അതായത് വാഹന സൗകര്യം കിട്ടും, സമ്പത്ത് കിട്ടും, സ്വർണ്ണാഭരണങ്ങൾ കിട്ടും, വസ്ത്രം കിട്ടും, ഭവനം കിട്ടും, കെട്ടിടങ്ങൾ സ്വന്തമായിട്ട് ലഭിക്കും. ഇങ്ങനെയുള്ള യോഗങ്ങളെല്ലാം വരും. പക്ഷേ ഒരു കാര്യത്തിന് മാത്രം കുറവുണ്ടാകും, മനസ്സമ്മാനത്തിന് മാത്രം. മനസ്സമ്മാനം, സന്തോഷം, സ്വസ്ഥതയൊന്നും ഇവ കിട്ടുകയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിദോഷത്തിലാണ്. അത് പിന്നെ അങ്ങോട്ട് തുടരുകയാണ്. ഒരു 10 വർഷത്തേക്ക് അത് തുടരും. പക്ഷേ ഈ സമയത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ വലിയ നിലയും വർദ്ധിച്ചു വരികയും എല്ലായിടത്തും അംഗീകാരങ്ങൾ, സ്ഥാനമാനങ്ങൾ, സമ്പത്ത് തുടങ്ങിയവ എല്ലാം ലഭിക്കും. ഇത് ലഭിക്കുന്നൊരു 38 വയസ്സിന് ശേഷമാണ്. 38 വയസ്സ് മുതൽ ഒരു 48, 49, 50 വയസ്സിന് അടുത്തോളം ഈ ഒരു കാലഘട്ടം നീങ്ങിയിരിക്കും. ഇതിന് ശേഷം ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ആരംഭിക്കും. ശാരീരികമായ ആരോഗ്യ പ്രശ്നം, മാനസികമായ വിഭ്രാന്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചതയ നക്ഷത്രക്കാർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും മനസ്സ് ഫോക്കസായിട്ട് വെക്കേണ്ട ആവശ്യമുണ്ട്. ദുഃഖകരമായ അനുഭവങ്ങൾ ആവർത്തിച്ച് ഉണ്ടാകുമ്പോൾ അതിന് മനസ്സ് തളരാതെ മുന്നോട്ട് പോകുക. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. ഇവരെ വളരെ വേഗതയുള്ളതായിട്ട് പറയുന്നെങ്കിലും ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ആൺകുതിരയാണ്. ഒന്നല്ല, രണ്ടുണ്ട്. അതായത് ചതയ നക്ഷത്രക്കാർക്ക് ഒരു കുതിരയായിരുന്നു. പക്ഷേ അശ്വതി നക്ഷത്രക്കാർക്ക് 2 കുതിരകളാണ്. ഒപ്പം രാജകുമാരന്മാരുടെ രൂപത്തിലുള്ള കുതിരയുമാണ്. വെറും ഒരു മൃഗമല്ല. ദേവഗണത്തിൽപ്പെട്ട ഒരു 2 രാജകുമാരന്മാർ ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയാണ് അശ്വിനി എന്ന് പറയുന്ന ഒരു നക്ഷത്രം. ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേയധികം വ്യത്യാസമുണ്ട്. 1, 2, 3, 4 ഇങ്ങനെ പാദങ്ങൾ ധരിച്ചിട്ടുണ്ട് നക്ഷത്രങ്ങൾക്ക്. ജനിക്കുന്ന സമയം, നേരം വെളുത്ത് സൂര്യൻ ആദ്യം വരുന്ന സമയം 1-ാം പാദം, ഉച്ചയ്ക്ക് ശേഷം 2-ാം പാദം, വൈകുന്നേരം 3-ാം പാദം, രാത്രി 4-ാം പാദം. 1, 2, 3, 4 പാദങ്ങൾ ഉണ്ടെങ്കിലും 1-ാം പാദക്കാർക്കും 2-ാം പാദക്കാർക്കും 3-ാം പാദക്കാർക്കുമാണ് ഏറ്റവും ഐശ്വര്യമുള്ളത്. ഏറ്റവും വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 4-ാം പാദക്കാരുടെ സ്ഥിതി അല്പം പുറകോട്ട് തന്നെയായിരിക്കും. സാധാരണ മനുഷ്യരുടെ ജീവിതം ജീവിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. 1-ാം പാദത്തിലുള്ളവരും 2-ാം പാദത്തിലുള്ളവരുമാണ് ഏറ്റവും ഹൈ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു നക്ഷത്രത്തിൽ ഈ ഒരു നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വിനി രാജകുമാരന്മാർ സരസ്വതി ദേവിയോടൊപ്പം ചേർന്ന് മരുന്നുകളും അതുപോലെ തന്നെ അമൃതവും ഒക്കെ കടഞ്ഞെടുക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ദേവന്മാർക്കുള്ള ഔഷധങ്ങൾ, ഇവർ എന്തെല്ലാം ഔഷധങ്ങൾ കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് രോഗശാന്തി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത്ഭുത രോഗശാന്തി ഉണ്ടാകുന്നതിന് അശ്വതി നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്ന് മരുന്നുകൾ വാങ്ങുകയോ അല്ലെങ്കിൽ അശ്വതി നക്ഷത്രക്കാരെ ചികിത്സിച്ചാലോ ഒരാളുടെ രോഗം ഭേദമാകുമെന്നാണ് ഇതിൽ പറയുന്നത്. അശ്വിനി രാജകുമാരന്മാർക്ക് അറിയാൻ മേലാത്ത അറിവുകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന് ഗുണം ലഭിക്കുന്നത് 1, 2, 3 പാദത്തിലുള്ളവർക്കാണ്. പിന്നെയുള്ള നക്ഷത്രക്കാർക്കൊക്കെ പാദവ്യത്യാസം അനുസരിച്ചിട്ടാണ്. പക്ഷേ 4-ാം പാദക്കാർ തീർച്ചയായും സാധാരണ ആളുകൾ പറയുന്ന രീതിയിൽ നീങ്ങുന്ന ആളുകളാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ സ്വന്തമായ ഒരു ആത്മവിശ്വാസത്തിൽ ഉയർന്നു വരാറുള്ളൂ. തടസ്സങ്ങളും കാര്യങ്ങളും എപ്പോഴും ഇവരോടൊപ്പം ഉണ്ടെങ്കിലും തടസ്സങ്ങളെ തരണം ചെയ്തു പോകുന്ന, ഓരോ ദിവസവും തടസ്സത്തെ തരണം ചെയ്തു പോകുന്ന സ്വഭാവമാണ് ഇവർക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗതയുള്ള നക്ഷത്രക്കാരെന്ന് പറയുന്നത് ചതയവും അശ്വതിയുമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഈ 2 നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അറിവ് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. താങ്ക് യു.